ഒരു ആകാശപ്രേമിയാണെങ്കിൽ 2024 അവസാനത്തെ പൂർണ്ണചന്ദ്രനെ കാണാൻ ഒരുങ്ങിക്കൊള്ളൂ. ഈ വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ള ചന്ദ്രനായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ. കൂരിരുട്ടിലും നിലാവെളിച്ചം പരത്തിക്കൊണ്ട് നവംബർ 15 രാത്രി ആകാശത്ത് ഈ പൂർണ്ണചന്ദ്രനെ ദൃശ്യമാകും. നവംബറിലെ പൂർണ്ണചന്ദ്രന് പല പേരുകളുണ്ടെങ്കിലും ബീവർ മൂൺ എന്നാണ് സാധാരണയായി അറിയപ്പെടാറ്. വടക്കേ അമേരിക്ക പോലെ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ നവംബർ 16 ചന്ദ്രനെ ഏറ്റവും വ്യക്തമായി കാണാൻ കഴിയുന്നത്. 2024 തുടർച്ചയായി എത്തുന്ന 4ാമത്തേതും അവസാനത്തേതുമായ സൂപ്പർ മൂണാണ് ഈ ബീവർ മൂൺ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസമായിരുന്നു 2024 ആദ്യത്തെ സൂപ്പർ മൂൺ ഉദിച്ചത്. സ്റ്റർജൻ എന്നായിരുന്നു ആ പൂർണ്ണചന്ദ്രന്റെ പേര്. ശേഷം നവംബറിൽ ഹാർവസ്റ്റ് മൂണും ഒക്ടോബറിൽ ഹണ്ടേഴ്സ് മൂണും എത്തി. ഓരോ മാസവും ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം 3,54,000 കിലോമീറ്റർ മുതൽ 4,10,000 കിലോമീറ്റർ വരെയായി വ്യത്യാസപ്പെടുന്നു. വേലിയേറ്റം, കടൽക്ഷോഭം, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഈ സമയത്ത് ഭൂമിയിൽ ഉണ്ടാകാറുണ്ട്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം കുറയുന്നതിനാൽ ഇത്തരം മാറ്റങ്ങൾ സാധാരണയാണെന്നും ശാസ്ത്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സമയം ഭൂമി ചന്ദ്രന്റെ ഗുരുത്വാകർഷണ വലയത്തിലെത്തും. ഇത് സംഭവിക്കുന്നതിന്റെ ആകർഷണ ഫലമായി ഭൂമിയിലെ പാറക്കെട്ടുകളിലും ഭൗമപാളികളിലും വലിച്ചിൽ അനുഭവപ്പെടാനും ഇടയുണ്ട്. ഇങ്ങനെ ചന്ദ്രൻ ഭൂമിയുമായി വളരെ അടുത്തു വരുന്ന പ്രതിഭാസത്തെയാണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത്. സാധാരണ പൗർണമിയേക്കാൾ വലിപ്പവും തിളക്കവും സൂപ്പർ മൂൺ സമയത്ത് ചന്ദ്രൻ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത്. അതേസമയം ഈ നവംബറിലെ പൂർണ്ണചന്ദ്രനെ ബീവർ മൂൺ എന്ന് വിളിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഈ സമയത്താണ് വടക്ക് കിഴക്കൻ US-ൽ ബീവറുകൾ അവരുടെ വിന്റർ ഡാമുകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നതെന്ന് timeanddate.com പറയുന്നു. കൂടാതെ നവംബർ പൂർണ്ണചന്ദ്രനെ ഫ്രോസ്റ്റ് മൂൺ എന്നും സ്നോ മൂൺ എന്നും കാനഡയിലെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും ഗ്രേറ്റ് ലേക്സ് മേഖലയിലെ തദ്ദേശീയർക്കിടയിൽ ഫ്രീസിംഗ് മൂൺ എന്നും അറിയപ്പെടാറുണ്ട്. നവംബർ 15 വൈകുന്നേരം 4:28 ചന്ദ്രൻ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുമെങ്കിലും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചതിന് തൊട്ടു പിന്നാലെ അത് കിഴക്ക് ഉദിക്കുന്ന സമയത്താണ് മികച്ച രീതിയിൽ ചന്ദ്രനെ ദൃശ്യമാവുക. അതിനാൽ നവംബർ 15 വടക്കേ അമേരിക്കയിൽ ഈ പ്രതിഭാസം കാണാൻ കഴിയില്ല. കാരണം സൂര്യാസ്തമയത്തിന് മുമ്പ് പൂർണ്ണചന്ദ്രൻ ഉദിക്കും. അതിനാൽ ഈ പ്രദേശത്തെ ആളുകൾ നവംബർ 16 സൂര്യാസ്തമയത്തിന് ശേഷം ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ ചന്ദ്രോദയത്തിനായി കാത്തിരിക്കേണ്ടി വരും. എന്നാൽ കൗതുകകരമായ കാര്യം ഈ 2 രാത്രികളിലും ആകാശത്ത് ചന്ദ്രൻ തനിച്ചായിരിക്കില്ല എന്നതാണ്. മറിച്ച് ചന്ദ്രനൊപ്പം 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പ്ലിയാഡ്സ് ഓപ്പൺ സ്റ്റാർ ക്ലസ്റ്ററും കൂടെ ഉണ്ടാകും.